സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടാനും പറയാനുമൊക്കെ സമുദായത്തിലെ ചെറിയ കുട്ടി മുതൽ വാർദ്ധക്യം വന്നവർ വരെ പരമാവധി സമയം കണ്ടെത്തും എന്നതാണ് മൗലവിയെ അരോസരപ്പെടുത്തിയ പല കാര്യങ്ങളിൽ ഒരു കാര്യം. അതിന്റെ പേരിൽ പണ്ഡിതന്മാരെ പച്ചയായി തെറിയഭിഷേകം ചെയ്യുകയാണ് ആ മാന്യദേഹം. വരുന്ന റബീഉൽ അവ്വൽ മാസം അത് ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വൽ ആസന്നമായപ്പോഴേക്ക് അദ്ദേഹത്തിന് മനപ്രയാസം തുടങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ പിശാചിന് പരിഭ്രാന്തിയാണല്ലോ. പുരോഹിത പരീക്ഷകൾക്ക് കഴിഞ്ഞ ഏതാണ്ട് 5-6 മാസമായി അവരുടെ ചൂഷണത്തിന് അവസരം നിഷേധിക്കപ്പെട്ടു. COVID-19 എത്ര വലിയ നിന്ദ്യമായ രീതിയും ശൈലിയുമാണ് ഇയാൾ ഉപയോഗിച്ചത്. പുരോഹിത പരീക്ഷകൾ എന്നാണ് മുസ്ലിം സമുദായത്തിലെ ഒരു വലിയ വിഭാഗം മതപണ്ഡിതന്മാരെ, അതേതെങ്കിലും ഒരു ഗ്രൂപ്പിലോ സംഘടനയിലോ ഉള്ള മാത്രം പണ്ഡിതന്മാരെ കുറിച്ചല്ല, ബിദ്അത്തുകാരിൽ പെടാത്ത, വഹാബികളിലും മൗദൂദികളിലും പെടാത്ത സകല മുസ്ലിംമാരെയും പണ്ഡിതന്മാരെയുമാണ് ഇയാൾ പുരോഹിത പരീക്ഷകൾ എന്ന പേരിൽ അഭിസംബോധനം ചെയ്യുന്നത്. എന്നിട്ട് അവർക്കുമേൽ ഇയാൾ ചാർത്തിവെക്കുന്ന ഒരു മഹാ അപരാധം ചൂഷണം എന്ന് പറയുന്ന ഒരു വൃത്തികേടുമാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങേര് യഥേഷ്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ആരെങ്കിലുമൊക്കെ പക്വതയില്ലാത്ത സാധാരണക്കാർ ഇയാളുടെ ഈ പച്ചയായ തെറി കേട്ട് പ്രകോപിതരായി വല്ല മെസ്സേജും അയച്ചാൽ അതിന്റെ പേരിൽ അയാള് വലിയ ചാരിത്ര പ്രസംഗം നടത്തുകയും ചെയ്യും. തങ്ങളുടെ പ്രതിയോഗികളാണെങ്കിൽ പോലും അനാവശ്യമായോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്തതോ ആരെങ്കിലും മറ്റവരുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുന്നതായ യാതൊന്നും പറയാതിരിക്കുക എന്നതാണ് പ്രവാചകൻ. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒട്ടകമാല പോയി കൊണ്ടുവച്ചിട്ട് പോലും അതിനെ സംബന്ധിച്ച് മോശമായ ഒരു വാക്ക് പറയാത്ത ഒരു പ്രവാചകന്റെ അനുയായികൾ ഈ വിധം വൃത്തികേടുകൾ പറയാനാണ്. ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് ഇയാളുടെ ഫേസ്ബുക്കിലൊക്കെ ഈ ജാതി ഡയലോഗ് അടിക്കുമ്പോൾ ആരൊക്കെയോ എഴുതിയ മര്യാദയില്ലാത്ത മെസ്സേജുകളാണ്. അത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതുമാണ്. പക്ഷേ അതിനെതിരെ അദ്ദേഹം സുവിശേഷ പ്രസംഗം നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തിയിട്ട് പോലും ഹബീബായ തങ്ങൾ പ്രതികരിച്ചില്ല എന്നൊക്കെയാണ് അയാളുടെ സുവിശേഷം. പക്ഷെ അയാളുടെ പെരടിയിൽ ഒട്ടകത്തിന്റെ കുടൽമാല പോയിട്ട് ഒരു ചെറിയ തൂവാല പോലും മലീമസമായത് കൊണ്ടുപോയി ഇടാത്ത ആയിരക്കണക്കായ പണ്ഡിതന്മാരെയാണ് പുരോഹിത പരീക്ഷകൾ എന്ന് അയാൾ അഭിസംബോധനം ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഏതാനും ചില സ്ത്രീകൾ ഒരു പുരുഷൻ മോശമായി സംസാരിച്ചതിന്റെ പേരിൽ അയാളെ കയ്യേറ്റം ചെയ്തതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇത് AP വിഭാഗത്തിലെ ആളുകളാണ്, കാന്തപുരം ഉസ്താദിന്റെ അണികളാണ്, അതുകൊണ്ട് അവരെ അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന പരോക്ഷമായ രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അപ്പൊ ഞാൻ ഭാഗ്യലക്ഷ്മിനെ കടം കിട്ടുമെങ്കിൽ ഈ ഉസ്താദിന്റെ ആൾക്കാരെ കൈകാര്യം ചെയ്യണമെങ്കിൽ പറ്റുന്ന കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാൻ ആ സംഭവം സാധിച്ചത്. അങ്ങനെ തെറി പറയുന്നവരെയൊക്കെ സ്ത്രീകൾ കയ്യേറ്റം ചെയ്യുന്ന ഒരു രീതി ആണ് ഉണ്ടാകേണ്ടതെങ്കിൽ വീടിന്റെ ഉമ്മരത്തിരുന്ന് ഈ ജാതി തെറികൾ വിളിച്ചു പറയുന്ന അബ്ദുള്ള മൗലവിയെ അടുക്കളയിലുള്ള ഭാര്യ എപ്പോഴോ കൈകാര്യം ചെയ്യുമായിരുന്നില്ലേ? അപ്പൊ അതൊന്നും ഒരു ശരിയായ മാർഗമല്ല. നിങ്ങളെ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും അത്തരം രീതികൾ, വ്യക്തിപരമായ ഹത്യകളോ കയ്യേറ്റങ്ങളോ പരാമർശങ്ങളോ എല്ലാവരും ഒഴിവാക്കുകയാണ് മര്യാദ എന്ന് പറയുന്നത്. ഇതൊക്കെ അയാള് അദ്ദേഹത്തിന്റെ FB പോസ്റ്റിൽ അയാൾക്കെതിരെ മെസ്സേജ് ഇട്ടവരോട് നടത്തുന്ന സുവിശേഷങ്ങളാണ്. എന്നാൽ അതേ FBയിൽ പോയാൽ ഇഷ്ടം പോലെ അദ്ദേഹത്തെക്കാൾ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരുമായ പണ്ഡിതന്മാരെ തന്നെ ഇതുപോലെയുള്ള തെറിയഭിഷേകം നടത്തുന്നത് യഥേഷ്ടം കാണാനും കഴിയും. അയാൾ ഇവിടെ ഒരു കാര്യം കൂടി കൂട്ടി പറഞ്ഞു. കഴിഞ്ഞ ഏതാണ്ട് 5-6 മാസമായി അവരുടെ ചൂഷണത്തിന് അവസരം നിഷേധിക്കപ്പെട്ടു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർക്കൊന്നും 5-6 മാസക്കാലം അവരുടെ ചൂഷണങ്ങളൊന്നും നടന്നില്ല. ഏതൊക്കെയായിരുന്നു മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നടക്കാതെ പോയ ചൂഷണങ്ങൾ? മുജാഹിദ്, ജമാഅത്ത്, സുന്നി പള്ളികളിലൊക്കെ ഖുതുബക്ക് നേതൃത്വം കൊടുക്കുന്ന, ജുമുഅക്ക് ഇമാമത്ത് നിൽക്കുന്ന, 5 സമയങ്ങളിലെ നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുന്ന, അതുവഴി കാശ് ശമ്പളമായി സ്വീകരിക്കുന്ന എല്ലാ മുസ്ലിം പള്ളികളിലെയും മൗലവിമാരും മുസ്ലിംമാരും. പിന്നെ നടക്കാതെ പോയ ചൂഷണങ്ങൾ ഏതൊക്കെയാണ്? മൗലൂദ്, അതുപോലെ റാത്തീബ്, അതുപോലെ സ്വലാത്ത് മജ്ലിസുകൾ, ഇങ്ങനെ കുറെ സംഗതികൾ. പിന്നെ ഏതൊക്കെയാണ്? മുജാഹിദ്, സുന്നി, ജമാഅത്ത് മൗലവിമാരൊക്കെ നടത്തുന്ന മതപ്രഭാഷണങ്ങൾ,
ആ പ്രഭാഷണങ്ങളും ജുമുഅ ഖുതുബയൊക്കെ നടത്തിയിട്ട് എല്ലാ ടീമും കൈമടക്ക് കിട്ടുന്നതൊക്കെ വാങ്ങുന്നുമുണ്ട്. അപ്പൊ ഇജ്ജാതി ചൂഷണങ്ങളൊന്നും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടന്നിട്ടില്ല. റബീഉൽ അവ്വലിൽ അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാ. അല്ല മൗലവി, ഈ റബീഉൽ അവ്വൽ വരുമ്പോ ഇതൊക്കെ മലർക്കെ ഓപ്പൺ ആക്കുമെന്നും കഴിഞ്ഞ 5 മാസം നടക്കാത്ത ചൂഷണങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു സാമൂഹ്യ പശ്ചാത്തലം ലോക്ക്ഡൌൺ ഒക്കെ മാറി ഇവിടെ ഉണ്ടാകുമെന്നും ആരാ നിങ്ങളോട് പറഞ്ഞത്? വീഡിയോയിൽ വന്നിരുന്ന് പ്രായാധിക്യം കൊണ്ട് വല്ല മാനസിക അസ്വസ്ഥതകളും ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ പാടുണ്ടോ? അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത് ചൂഷണത്തിന്റെ, പൗരോഹിത്യത്തിന്റെ ചൂഷണത്തിന്റെ കൊയ്ത്തുകാലമാണ്, വിളവെടുപ്പ്. ആ അവസരം അവർക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട മാസങ്ങൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. മൗലവിയുടെ ഈ പ്രയോഗത്തിലുള്ളത് ഏതെങ്കിലും സുന്നികളിലെ ഒരു വിഭാഗത്തെയോ ഒരു നേതാവിനെയോ മാത്രം ബാധിക്കുന്ന പരാമർശമല്ല ഇത്തരം പരാമർശങ്ങൾ. കേരളത്തിൽ കണ്ണിയത്ത് ഉസ്താദും EK ഉസ്താദും സദഖത്തുൽ ഉസ്താദും അടക്കം താജുൽ ഉലമ ഉള്ളാൾ തങ്ങളടക്കം സകല ആലിമീങ്ങളും നാളിതുവരെ നിലനിർത്തിപ്പോന്നതും ഇപ്പോഴുള്ള മുസ്ലിമീങ്ങൾ നിലനിർത്തിപ്പോകുന്നതുമായ പൗരാണിക മുസ്ലിമീങ്ങൾ ചെയ്തു പോന്നതുമായ സുഹൃതങ്ങളെയാണ് മൗലവി ഇങ്ങനെ കാടടക്കി വെടിവെച്ച് അതൊക്കെ ചൂഷണത്തിന് വേണ്ടിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സുന്നികൾക്ക് റബീഉൽ അവ്വലിലെ ഇത്തരം സജീവമായ ചൂഷണത്തിന് വകുപ്പുള്ളൂ. എന്നാൽ മൗലവിയൊക്കെ ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അബുൽ-ആല മൗദൂദി, ആ മൗദൂദിയെ അദ്ദേഹത്തിന്റെ അണികൾ ആരാധിക്കുന്ന രീതിശാസ്ത്രങ്ങൾ കുറെ ഉണ്ടല്ലോ. ഒരുപക്ഷെ നിങ്ങൾ തന്നെ മാധ്യമത്തിൽ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറെ കഥകളും ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ സംവിധാനം തന്നെ ഒരു മൗദൂദി ഫാൻസ് അസോസിയേഷനാണ്. പല കാരണങ്ങളാൽ അതിന്റെ ഔദ്യോഗിക വൃത്തത്തിൽ നിന്ന് നിങ്ങൾ പുറത്താണെങ്കിലും മനസ്സുകൊണ്ട് അത്രയൊന്നും മൗദൂദിയെ തൊലാക്ക് ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് കേരളക്കാരും വിശ്വസിക്കുന്നില്ല. ആ മൗദൂദിയുമായി എങ്ങനെയാണ് അണികൾ ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇതൊരു പേനയുടെ കഥയാണ്. ആ പേന ചില്ലറ പേനയല്ല. അബുൽ-ആല മൗദൂദി തഫ്ഹീമുൽ ഖുർആൻ എന്ന പേരിൽ ഖുർആൻ പരിഭാഷ എഴുതിയപ്പോൾ ഉപയോഗിച്ച പരിശുദ്ധമാക്കപ്പെട്ട പേന. ആ പേന എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്തത് എന്ന് മാധ്യമം തന്നെ ഒലക്കമുക്കി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മൗദൂദിയുടെ പേനക്ക് 24 ലക്ഷം. ഇസ്ലാമാബാദ് ഉപഭൂഖണ്ഡത്തിലെ പ്രശസ്ത ഇസ്ലാമിക ചിന്തകനും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനുമായ സയ്യിദ് അബുൽ-ആല മൗദൂദിയുടെ പേന പാകിസ്ഥാനിലെ ബിസിനസ് ഫോറം മേധാവി ലേലത്തിലെടുത്തു. അത് ലേലത്തിലെടുത്തത് അവിടെ ഏതോ ഒരു ബിസിനസ്സുകാരനാണ് എന്നൊന്നും പറഞ്ഞ് ആരും ന്യായീകരിക്കേണ്ടതില്ല. ലേലം വിളിച്ചെടുത്തത് ആരാണെങ്കിലും കൊടുത്തത് സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെയാണ്. കൊടുത്തത് എവിടുന്നാണ് എന്നുകൂടി മാധ്യമം പറയുന്നുണ്ട്. തന്റെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്ഹീമുൽ ഖുർആൻ എഴുതാൻ മൗദൂദി ഉപയോഗിച്ച പേന ജമാഅത്തെ ഇസ്ലാമി അഖില പാകിസ്ഥാൻ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ലേലം ചെയ്തത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക സമ്മേളനത്തോടനുബന്ധമായി മൗദൂദിയുടെ പേന ലേലം വിളിച്ചു കൊടുക്കുകയും അതിന്റെ പേരിൽ 24 ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്തതിനെ സംബന്ധിച്ച് എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പറയാനുള്ളത്? ഒരു മറുപടി ഉണ്ട്, അത് പാകിസ്ഥാനിലെ ജമാഅത്താണ് എന്നാണ്. എങ്കിൽ നിങ്ങൾ മൗദൂദിയെ ഒരു പരിഷ്കർത്താവോ നവോത്ഥാന നായകനോ ആക്കി പരിചയപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അണികൾ ഇക്കോലത്തിലാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ആശയം പ്രാവർത്തികമാക്കിയതെങ്കിൽ ഒന്നിരിക്കൽ മൗദൂദി തനി ചൂഷകനും ഖുറാഫിയും യാഥാസ്ഥികനുമാണ്. അല്ലെങ്കിൽ അബുൽ-ആല മൗദൂദി തന്റെ പ്രബോധനത്തിൽ അമ്പേ പരാജിതനാണ്. രണ്ടാലൊരു കാര്യം ഈ വിഷയത്തിൽ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. കേവലം മൗദൂദിയുടെ ഒരു പേന മാത്രമല്ല, മൗദൂദി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മൗദൂദിയുടെ മയ്യത്ത് പോലും ജമാഅത്തെ ഇസ്ലാമിക്കാർ ചൂഷണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. മരണശേഷം മൗദൂദിയുടെ മയ്യത്തിനു വേണ്ടി മൗദൂദിയുടെ കുടുംബവും മൗദൂദിയുടെ പ്രസ്ഥാനവും തമ്മിൽ കശപിശ ഉണ്ടാക്കുകയും കലഹം കൂടുകയും ചെയ്തു എന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാര് അംബിയാ ഔലിയാക്കളുടെ തിരുശേഷിപ്പുകളോടും മഖ്ബറകളോടും ആസാറുകളോടും ഒക്കെ കഠിനമായ വെറുപ്പ് പ്രകടിപ്പിക്കുകയും അബ്ദുള്ള മൗലവിയെ പോലെയുള്ളവർ അതിനെയൊക്കെ പല്ലിളിച്ചു പരിഹസിക്കുകയും ചെയ്യുമ്പോഴും മൗദൂദിയുടെ ഖബർ ഇപ്പോഴും ആദരവാക്കപ്പെട്ട രീതിയിൽ ഉയർത്തപ്പെട്ടുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത് എന്നതിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനും ചൂഷണം കാണുന്നില്ല. അതിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവായ മൗദൂദിയെ ഒരു ചൂഷക ആശയം പഠിപ്പിച്ച വ്യക്തിയായി അവർ പരിചയപ്പെടുത്തുന്നുമില്ല.
ഇക്കാര്യം വളരെ വ്യക്തമായി ഉമർ മൗലവി തന്റെ ആത്മകഥയിൽ വിശദീകരിക്കുന്നുണ്ട്. ഓർമ്മകളുടെ തീരത്ത് എന്ന പേരിൽ ഉമർ മൗലവി എഴുതിയ ആ ഗ്രന്ഥത്തിൽ ഉമർ മൗലവി പാകിസ്ഥാൻ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ കുറിച്ചു വച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: മൗദൂദിയുടെ ഖബർ. ലാഹോറിൽ ഞാൻ മൗദൂദി സാഹിബിന്റെ ഖബർ കാണാൻ പോയി. എന്തുകൊണ്ടാണ് ഉമർ മൗലവി ആ ഖബർ പ്രത്യേകം അന്വേഷിച്ചു പോയത് എന്നറിയില്ല. അത് വേറൊരു വളഞ്ഞ വഴിയാണ്, അതവിടെ ഇരിക്കട്ടെ. അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്താണ് ഖബർ. മൗദൂദിയുടെ ഖബർ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് പൊതു ഖബർസ്ഥാനിലല്ല, അത് സ്വന്തം വീട്ടുവളപ്പിലാണ്. എന്തേ അങ്ങനെ വീട്ടുവളപ്പിൽ അത് മറവ് ചെയ്യപ്പെട്ടത് എന്നല്ലേ? അതുകൊണ്ട് കുടുംബം ജീവിച്ചു പോകാൻ വേണ്ടിയും ചൂഷണത്തിനു വേണ്ടിയുമാണ്. 4 വര വീതിയിൽ നീളത്തിൽ അല്പം ഉയർത്തിയ നിലയിൽ നമ്മുടെ നാട്ടിലെ പോലെ അതിന്റെ രണ്ടറ്റത്തും കല്ല് നാട്ടിയിട്ടില്ല. ഖബർ ലേശം ഉയരത്തിലാണെന്നു മാത്രം. തെങ്ങിൽ നിന്ന് താഴെ വീണ് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന അച്ഛനെന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല, തല പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയായി ഉമർ മൗലവിന്റെ പരിചയപ്പെടുത്തൽ. നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഖബറിന്റെ രണ്ടറ്റത്തും കല്ല് നാട്ടിയിട്ടൊന്നുമില്ല. പിന്നെയോ ഖബർ അല്പം ഉയരത്തിലാണ് എന്നു മാത്രം. അവിടം കൊണ്ട് തീർന്നോ? ചൂഷണത്തിന്റെ വിവിധ അടയാളങ്ങൾ ആ മൗദൂദി ജാറത്തിൽ ഉമർ മൗലവി കാണുകയാണ്. തലഭാഗത്ത് പനനീർപ്പൂവ് പോലെയുള്ള പുഷ്പ ഇതളുകൾ വിതറിയിരിക്കുന്നു. ചന്ദനത്തിരി കത്തിച്ചതും കണ്ടു. രാവിലെ 7 മണിക്കാണ് ഈ സന്ദർശനം. അവിടെ ആരെയും കണ്ടില്ല. രാവിലെ 7 മണിക്ക് ആയതുകൊണ്ട് സന്ദർശകരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല എന്ന് ചുരുക്കം. അവിടെ പലരും വരുന്നത് കൊണ്ടാണല്ലോ ഈ ചന്ദനത്തിരിയും പൂമാലയുമൊക്കെ ആ ജാറത്തിങ്കൽ കാണാൻ കഴിഞ്ഞത്. ഞാനും കൂട്ടുകാരനും അവിടെ കുറെ ചുറ്റിക്കറങ്ങി. അപ്പോൾ വീടിന്റെ തെക്കുഭാഗത്തുള്ള ഒരു മുറിയിൽ നിന്ന് ഒരു വയസ്സനായ ആൾ ഇറങ്ങി വന്നു. അദ്ദേഹവുമായി സംസാരിച്ചു. ഞാൻ മൗലാനയുടെ സെക്രട്ടറി ആയിരുന്നു. കറാച്ചിയാണ് സ്വദേശം. അങ്ങനെ അവിടുന്ന് മൗദൂദിയുടെ സെക്രട്ടറിയെ കാണുകയാണ്. മൗദൂദിയോട് ഏറ്റവും അടുത്തു നിന്ന് മൗദൂദിയുടെ നവോത്ഥാനവും പരിഷ്കരണവും ഒക്കെ കണ്ടുപഠിച്ച സെക്രട്ടറി ആ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രങ്ങൾ വിശദീകരിക്കുന്നതും ഉമർ മൗലവി രേഖപ്പെടുത്തുകയാണ്. അബുൽ-അല മൗദൂദിയുടെ സെക്രട്ടറിയായി നിന്ന് അദ്ദേഹത്തിന്റെ പരിഷ്കരണവും നവോത്ഥാനവും ഒക്കെ ചൂടും ചൂരും അടുത്ത് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോട് ഉമർ മൗലവി ചോദിച്ചു, എന്തേ മൗദൂദിയുടെ ഖബർ പൊതുശ്മശാനത്തിൽ മറവ് ചെയ്യാതെ സ്വന്തം വീട്ടുമുറ്റത്ത് അടക്കം ചെയ്തത് എന്ന്. അതിന് നല്ല ഒരു കഥ തന്നെ ആ സെക്രട്ടറി പറഞ്ഞു കൊടുക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ പാർട്ടി ഓഫീസുകളും മസ്ജിദും ലൈബ്രറിയും ഓഡിറ്റോറിയവും ഉൾപ്പെടുന്ന മൻസൂറ എന്ന കോംപ്ലക്സിൽ മൗദൂദി സാഹിബിന് ഖബർ തയ്യാറാക്കിയിരുന്നു. കുടുംബക്കാർ വീടിന്റെ മുറ്റത്തും അത് ഏർപ്പാടാക്കി. നോക്കണങ്ങള്, ചൂഷണത്തിനെതിരെ വാതോരാതെ വാചകമടിക്കുന്ന ഇത്തരം മൗലവിമാർ എപ്പോഴെങ്കിലും ഇതൊക്കെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുമോ? മൗദൂദി മരിച്ച് മയ്യത്ത് നാട്ടിലെത്തിയപ്പോഴേക്ക് ജമാഅത്തെ ഇസ്ലാമിയും കുടുംബവും 2 ചേരിയാണ്. 2 ഖബറിന്റെ ഒരുക്കത്തിലാണ്. ഒന്ന് കുടുംബത്തിനു വേണ്ടി വീട്ടുവളപ്പിലും മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പാർട്ടി ഓഫീസിലും. എന്തിനാണ് ഈ മയ്യത്തിനോട് ഇത്ര താല്പര്യം? അതിന്റെ പേരിലുള്ള ചൂഷണത്തിന് വേണ്ടി തന്നെ. മൗദൂദി സാഹിബിന്റെ പേരിൽ വരാൻ സാധ്യതയുള്ള പാരിതോഷികങ്ങളും മറ്റും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കുടുംബം വാദിച്ചു. അങ്ങനെ പാർട്ടിയും കുടുംബവും തമ്മിൽ തർക്കത്തിലായി. അങ്ങനെ അവർ യോജിച്ച് ഒരു മധ്യസ്ഥനെ നിശ്ചയിച്ചു. മധ്യസ്ഥൻ കുടുംബത്തിന് അനുകൂലമായി വിധിച്ചു. അങ്ങനെയാണ് വീട്ടുമുറ്റത്ത് ഖബറടക്കം നടന്നത്. കുടുംബവും ജമാഅത്തെ ഇസ്ലാമിയും മയ്യത്തിനു വേണ്ടി കലഹം കൂട്ടിയപ്പോ ഒരാൾ മദ്യം പറഞ്ഞു. അത് പണ്ട് ഉമ്മാനെ തല്ലുമെന്ന് പറഞ്ഞ ജ്യേഷ്ഠന്റെയും തല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ അനിയന്റെയും ഇടയിലുള്ള ജ്യേഷ്ഠൻ മദ്യം പറഞ്ഞതുപോലെ 14 പല്ല് തട്ടി 14 നിർത്തണം എന്ന് പറഞ്ഞ പോലെ ആയിരുന്നെങ്കിൽ കഷ്ടമായി പോകുമായിരുന്നു. മയ്യത്തിന്റെ പകുതി ഭാഗം പാർട്ടി ഓഫീസിലും പകുതി വീട്ടുമുറ്റത്തും എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അതിന്റെ കഷ്ടകാലം എന്ന് പറയുന്നത്? ഏതായാലും അത്തരം ഒരു മദ്യം പറച്ചിൽ ഉണ്ടായില്ല. മധ്യസ്ഥൻ കുടുംബത്തിന്റെ കൂടെ നിൽക്കുകയും നേർച്ചപ്പെട്ടിയും ചൂഷണവും ഒക്കെ മൗദൂദിയുടെ വീട്ടുമുറ്റത്താവുകയും ചെയ്തു. ഇത് സ്വന്തം നേതാവായ മൗദൂദിയുടെ പേരിലുള്ള ചൂഷണങ്ങളാണ്. ഈ ചൂഷണം ഇവിടെയും നിന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത്തരം വിധേയികൾക്കൊക്കെ ആശയപരമായ അടിത്തറ പാകിയ ഇബ്നു തൈമിയ, അത് അവർ തന്നെ പറയുന്നുണ്ട്, ഈ ആശയത്തിന്റെ അങ്ങേ തലക്കൽ ഉള്ളത് ഇബ്നു തൈമിയയാണെന്ന്. സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ഇബ്നു തൈമിയ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസറുദ്ദീൻ അൽബാനി വരെ. എന്നാൽ ഈ ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ട് അയാളുടെ ശിഷ്യന്മാര്, അയാളുടെ ആരാധകരും അനുയായികളുമായ ആളുകൾ
അയാൾ മരിച്ചപ്പോഴും ഈ ജാതി കലാപരിപാടികളൊക്കെ കാണിച്ചു കൂട്ടിയവരാണ്. അത് തന്റെ ശിഷ്യനായ ഇബ്നു കസീർ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് ഇങ്ങനെയൊക്കെയാണ്: വശരിബ ജമാഅത്തുൻ അൽ മാ അല്ലദി ഫളില മിൻ ഗസ്ലിഹി വഖതസമ ജമാഅത്തുൻ ബഖിയത സിദിരില്ലദി ഗുസില ബിഹി വഖീല ഇന്ന ത്വാഖിയത്തല്ലതി കാനത്ത് അലാ റഅസിഹി ദുഫിയ ഫീഹാ 500 ദിർഹം. ഇബ്നു തൈമിയയുടെ മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. അയാൾ മരണപ്പെടുമ്പോൾ അയാളുടെ മയ്യത്ത് കുളിപ്പിച്ച വെള്ളത്തിന്റെ ബാക്കി അണികൾ കുടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ച താളി അണികൾ ഓഹരി ചെയ്തെടുത്ത് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ തലപ്പാവ് 500 ദിർഹമിന് വിറ്റഴിക്കപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മയ്യത്തിൽ നിന്ന് എടുക്കാവുന്നത് മുഴുവനും എടുത്തു ഓഹരി വെച്ച ടീം, അതാണ് ഇബ്നു തൈമിയയുടെ പരിഷ്കരണവും നവോത്ഥാനവും കണ്ട് ശീലിച്ച അണികൾ. യഥാർത്ഥത്തിൽ ഇവിടെ ആദരിക്കപ്പെടേണ്ടതിൽ നിന്നും അംഗീകരിക്കപ്പെടേണ്ടതിൽ നിന്നും മുസ്ലിം സമുദായത്തെ അകറ്റി അത്തരം ഇസ്ലാമിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്കെതിരെ വിരോധം കുത്തിവെച്ച് മുസ്ലിം സമുദായത്തെ അർഹരല്ലാത്തവരിലേക്കും അവരെ ആദരിക്കുകയും ഒരു വേള ആരാധിക്കുകയും ചെയ്യുന്നതിലേക്കും വലിച്ചിഴച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇവരൊക്കെ നാളിതുവരെ നടത്തിക്കൊണ്ടിരുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും.